ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമല്ലേ യഥാർത്ഥത്തിൽ സുന്നികൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതിന് നിങ്ങളുടെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. EK അബൂബക്കർ മുസ്ലിയാർ 1981 ഫെബ്രുവരി 6 സുന്നി വോയിസിൽ എഴുതിയതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും അള്ളാഹു പലവിധ ഗൈബിയായ അറിവുകളും നൽകുന്നുണ്ട്. അതിനാൽ വരാൻ പോകുന്ന പലതിനെക്കുറിച്ചും അവർ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്യും. അതുപോലെ CM സ്മരണിക സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ CM സ്മരണികയിൽ പറയുന്നു, ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പുസ്തകങ്ങളും എന്റെ കയ്യിലുണ്ട്. നിങ്ങളല്ലാതെ മറ്റാരും ഇങ്ങനെ ഒരു വിവക്ഷ കൊടുത്തതായി കാണുന്നുമില്ല. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളെ വായിച്ച പുസ്തകത്തിന്റെ അസല് കൂട്ടിയാണ് എന്റെ കയ്യിൽ. നിങ്ങളാ വായിച്ചത് പോലെയാണ് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ പഠിച്ചതെങ്കിൽ ഇതിന് കുറച്ച് സംശയമൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞു ഞാൻ സുന്നിയെന്ന് ഇതുവരെയും ഇപ്പൊ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. അതിന് കാരണം എന്താ, ഞാൻ പഠന വിധേയമാക്കിയപ്പോ എനിക്ക് ഇങ്ങനെ തോന്നിയത് ഈ രൂപത്തിൽ പഠന വിധേയമാക്കി അതിനപ്പുറം തോന്നാതിരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കല്ലാതെ മാറുകയില്ല. കാരണം ഇതിൽ പറയുന്നത് അദ്വൈത സിദ്ധാന്തമോ ഒന്നുമല്ല. ഇതിൽ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും ചെയ്യുമെന്ന് മഹാത്മാക്കളെ കുറിച്ച് നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അത് എങ്ങനെയാണ് എഴുതുന്നത്? അള്ളാഹു കാണുന്നത് പോലെ കാണുന്നു, കേൾക്കുന്നത് പോലെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം എന്താണെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുജാഹിദുകൾ പറയാനുള്ള സാധാരണഗതിയിൽ മുജാഹിദുകൾ സാധാരണ അവരുടെ പ്രവർത്തകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സൂപ്പർ മാറ്ററാണ്. CM സ്മരണിക സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയതാണ്. അതിലുണ്ട് എന്താണുള്ളത്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ആ അള്ളാഹു കാണുന്നത് പോലെ കാണുക, കേൾക്കുന്നത് പോലെ കേൾക്കുക, പ്രവർത്തിക്കുന്നത് പോലെ എന്നല്ലേ ശിർക്ക്. അതുകൊണ്ട് തന്നെ ആ ശിർക്ക് ഈ സുന്നികൾ ഇവിടെ വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് മുജാഹിദുകൾ സാധാരണഗതിയിൽ പറയുന്നു. അത് സഹോദരന്മാരെ, ഇതിന്റെ മുഴുവൻ ഭാഗവും വായിക്കാത്ത ആ പകുതി ഭാഗം കട്ടുവെച്ചുകൊണ്ട് പറയുന്ന മുജാഹിദുകളുടെ സ്ഥിരം സ്വഭാവം, ഇടമുട്ട മുജാഹിദ് സുന്നി മുജാഹിദ് സംവാദം വെച്ച് പിടികൂടിയ ആ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ അള്ളാഹു കാണുന്നത് പോലെ കാണുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഈ ലേഖനം മുഴുവൻ വായിച്ചാൽ അറിയാം. അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ഈ ലേഖനത്തിലുള്ളതാ. അള്ളാഹു മഹാത്മാക്കൾ കാണാൻ നിങ്ങളെ കാണാം. ഇത് അള്ളാഹുവിന്റെ കഴിവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നല്ലേ കുട്ടികകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് കാണാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുക എന്നത് അള്ളാഹുവിന്റെ കഴിവല്ലേ? അതുകൊണ്ട് അത് ശിർക്കല്ലേ എന്ന് ചോദിക്കുന്ന മുജാഹിദുകളുണ്ട്. അതുകൊണ്ടാണ് അവർ CM സ്മരണിക എന്ന് പറയുന്ന ഈ പുസ്തകം പഠിക്കാറുള്ളത്. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, അവർ ശിർക്കല്ലേ? അത് മുഴുവനും വായിച്ചാൽ അത് തീരും, അത് ആ പ്രശ്നം തീരും. അതുകൊണ്ടാണ് മുജാഹിദ് മുഴുവനും വായിക്കാത്തത്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമാവുകയില്ല. അതായത് മുഹ്യിദ്ദീൻ ഷെയ്ഖോ അമ്പിയാക്കളോ ഔലിയാക്കളോ അദൃശ്യജ്ഞാനം അറിയുന്നു, അല്ലെങ്കിൽ ദൂരമുള്ളത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എങ്കിൽ
ചെയ്യുന്നത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, അള്ളാഹുവിന്റെ കഴിവുകൊണ്ടാണ്, അള്ളാഹു നൽകിയ കഴിവുകൊണ്ടാണ്. അത് അവർ തന്നെ പറയുന്നു. വഹിദിമായി തന്നെ നമുക്കറിയാം, ചൊല്ലില്ല ഞാനൊന്നു എന്നോട് ചൊല്ലാതെ ചൊല്ലേരി എന്റെ അമാനിൽ അതെന്നോ. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഞാനൊന്നും പ്രസ്താവിക്കാറില്ല, ഞാനൊന്നും പറയാറില്ല. ഞാൻ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് എന്ന് മഹാത്മാക്കളായ മശായിഖുമാർ തന്നെ പറയുന്നു. അപ്പൊ അതുതന്നെയാണ് ഈ സ്മരണികളും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്, അതല്ലാതെ അള്ളാഹുവിനെ പോലെ സ്വന്തമായ കഴിവല്ല. അപ്പൊ അള്ളാഹു നൽകിയ കഴിവ് ഉണ്ട്. അള്ളാഹു നൽകുന്ന ആ മഹത്തായ കഴിവ് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ, അള്ളാഹു അള്ളാഹു കയ്യും കണക്കുമില്ലാതെ യഥേഷ്ടം അവന്റെ അടിമകൾക്ക്, അവൻ ഇഷ്ടപ്പെട്ടവർക്ക്, അവൻ ഇച്ഛിക്കുന്നവർക്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ നൽകുന്ന കഴിവാണ് ഔലിയാക്കളും മഹാത്മാക്കളും ഈ പ്രകടിപ്പിക്കുന്നതും അവർ ചെയ്യുന്നതും. ഈ വിശദീകരണം ഞങ്ങളുടെ സ്വന്തം വകയല്ല, ഇത് അദ്വൈത സിദ്ധാന്തമല്ല, ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട വിശ്വത പണ്ഡിതൻ, ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന തഫ്സീറുൽ റാസി, ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തന്റെ വിശ്വതമായ ഈ ഗ്രന്ഥത്തിന്റെ 21-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഇബാദത്ത് ചെയ്ത് അടുത്തു കഴിഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഇദാ ബാലബ വകദാലിക അൽഅബ്ദു ഇദാ ബാലബ ലബാഅതി ബലഗ ഇലൽ മഖാമി അല്ലദീ യഖൂലു അല്ലാഹു കുൻതു ലഹു സമഅൻ വബസറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറ് തജല്ലിയാത്ത്, അല്ലാഹുവിന്റെ നൂറ് ഈ മനുഷ്യൻ അവന്റെ കണ്ണിലും അവന്റെ അവയവങ്ങളിൽ മുഴുവനും ആവാഹിച്ചെടുത്താൽ സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, സമീഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും വിദൂരത്തുള്ളതും, അരികിലുള്ളതും അഭൗതികമായതും വിദൂരത്തുള്ളതും കാണാൻ കേൾക്കാൻ കഴിയുന്നു. വൈദാസാറവാലിക്കന്നൂറ് വസറല്ലഹു, ആ നൂറ് അവന്റെ കണ്ണായി കഴിഞ്ഞാൽ വിദൂരത്തുള്ളതും അങ്ങകരെയുള്ളതും ആ അടുത്തുള്ളതുമൊക്കെ കാണാനുള്ള കഴിവ് അല്ലാഹു മഹാത്മാക്കൾക്ക് കഴിയുന്നതാണ്, നൽകുന്നതാണ്. വൈദാസാറവാലിക്കന്നൂറ് യദല്ലഹു അദുറാല തസറുഫി ഇസ്സാദി വസ്സഹിരി വൽ ബഈരി വൽ ഖരീരി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലെ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, എന്റെ അടിമ ഇബാദത്തെടുത്തുകൊണ്ട് ഞാനുമായി അടുക്കുകയാണ്. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, മഹബ്ബത്ത് വെക്കും. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാലോ ഉൻതു സംബഹു യദീ യസ്മഉ ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു യദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു യദീ യബ്തശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജലഹു യദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. അല്ലാഹുവിന്റെ റസൂൽ ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നതായി നമ്മെ വിളിച്ചറിയിക്കുകയാണ്. അല്ലാഹു കയ്യാവുക, കണ്ണാവുക, മൂക്കാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഇമാം റാസി വിശദീകരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമായി സാമീപ്യം നേടുന്ന വ്യക്തി അതാവനിക്ക് വിദൂരത്തുള്ളതും അടുത്തുള്ളതും പ്രവർത്തിക്കാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു, അത് ചെയ്യാനും അതിൽ ഇടപെടാനും കഴിയുന്നു. ഇതാ ുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാധമെന്നോ. മുഹീദ്ദീൻമാരെ ഈ പറഞ്ഞതും അതുതന്നെയാണ്, മറ്റു ഭാഗങ്ങളിൽ പ്രസ്താവിച്ചതും അതുതന്നെയാണ്. മാത്രമല്ല ഈ വിശദീകരണം ഇമാം റാസി മാത്രമല്ല, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിളുൽ ഫത്ഹുൽ ബാരി, ആ ഹാഫിളുൽ ദുനിയ എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി 11-ാമത്തെ വാല്യത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ 351-52 പേജുകളിൽ ഇതേ ആശയം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഇമാം ഹാദിം ഇബ്നുൽ ജൗസി മഹാനവറുകൾ തന്റെ കശ്ഫുൽ മുശ്കിൽ അലാ സഹീഹ് ബുഖാരി എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അതിലും ഈ ഹദീസിന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അല്ലാമ ഇമാം ഹാദിം ഇബ്നുൽ ബത്വാൻ തന്റെ വിശുദ്ധമായ സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം അതിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഇമാം ബൈഹഖി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ആശയം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സുന്നികളുടെ വകയല്ല, ഞങ്ങളുടെ സ്വന്തമല്ല, പൂർവിക പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഞങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അദ്വൈതവാദമല്ല, അദ്വൈത സിദ്ധാന്തവും അല്ല.